നിയന്ത്രണമില്ലാതെ ഇങ്ങനെ പോയാൽ എന്റെ വിധി. സാറിനറിയാമോ, മദ്യം കഴിഞ്ഞിട്ടേ അദ്ദേഹത്തിന് എന്തുമുള്ളൂ. എത്രയോ തവണ ഞാൻ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. എന്ത് ഫലം? സാർ വിചാരിച്ചാൽ ഒരുപക്ഷെ അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞേക്കും. ഞാനോ? അദ്ദേഹം ഫിനാൻഷ്യലായിട്ട് വളരെ വിഷമിക്കുകയാണ്. സാർ എനിക്ക് ഒരു ഉപകാരം ചെയ്യുന്നു. എന്താ പറയൂ? കൃഷ്ണയുടെ കോൺട്രാക്ടറുടെ കൺസ്ട്രക്ഷൻ വർക്ക് ആരെയും ഏൽപ്പിച്ചിട്ടില്ലെന്നാണ് അറിഞ്ഞത്. സാറും സ്വാമിയും വളരെ അടുപ്പമാണല്ലോ. സാർ വിചാരിച്ചാൽ അദ്ദേഹത്തോടൊരു വാക്ക് പറഞ്ഞാൽ. എന്താണ് സാർ ഒന്നും ഉണ്ടാത്തത്? പക്ഷെ സഹദേവന് ആ വക്കിൽ താല്പര്യമുണ്ടോ? വളരെ. പിന്നെ എന്താ എന്നോട് ഇതുവരെ പറയട്ടെ? എന്തെങ്കിലും മനസ്സിലാക്കം ഉള്ളതുകൊണ്ടായിരിക്കും. നോക്കൂ മിസ്റ്റർ സഹദേവൻ, വിസ്മയർ വളരെ സ്ട്രിക്റ്റായ ഒരു ബിസിനസ്മാനാണ്. പറയാൻ വിഷമമുണ്ടായിട്ടല്ല, പക്ഷെ അയാളുമായിട്ട് ഡീൽ ചെയ്യാൻ ചിലപ്പോൾ വിഷമമുണ്ടാവും. ഇല്ല സാർ, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. സഹദേവൻ ഡീലിംഗ്സിന്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധാലുണ്ട്. അതെനിക്കറിയാം. സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം ഇനിയും തിരിച്ചു തന്നിട്ടില്ല. ഇന്ന് തരണമെന്ന് കരുതിയതാണ്. പക്ഷേ ഏതോ ഒരു വർക്കിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഒന്ന് റോൾ ചെയ്തു. ബിസിനസ്മാന്റെ ഏറ്റവും വലിയ ശക്തി അവന്റെ വാക്കിന്റെ വിലയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാറ് പറഞ്ഞത് ശരിയാണ്. ഇത്തവണ മാത്രം സാറിനെ ക്ഷമിക്കണം. നിങ്ങളതിൽ അല്പം ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാം. കൃഷ്ണയുടെ കാര്യം സാർ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ. ഹലോ ഡിയർ, നമുക്കിറങ്ങാം. സുഖം സർ, സമയമേ, നമുക്കിറങ്ങാം. തരൂ. നമുക്ക് പോകണ്ട. പിന്നെ ഡിന്നർ കഴിഞ്ഞേ പോകാൻ പറ്റുള്ളൂ. മിസ്റ്റർ സഹദേവനും ഭാര്യ എന്റെ കൂടെ വരുന്നുണ്ട്. ഭക്ഷണം കഴിച്ചോ? ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. മിസ്റ്റർ വർമ്മയോട് പറഞ്ഞാൽ മതി, വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരും. ഞാൻ 1 മണിക്കൂറിൽ വരും. കടമിഴിതളാൽ കളിയമ്പെറിയും പെണ്ണൊരു പ്രതിഭാസം, അവൾ പുരുഷന്റെ രോമാഞ്ചം, ചിരികൊണ്ട് മനസ്സിന്റെ സമനില മാറ്റും ശൃംഗാര പഞ്ചാമൃതം. കടമിഴിതളാൽ കളിയമ്പെറിയും പെണ്ണൊരു പ്രതിഭാസം, അവൾ പുരുഷന്റെ രോമാഞ്ചം, ചിരികൊണ്ട് മനസ്സിന്റെ സമനില മാറ്റും ശൃംഗാര പഞ്ചാമൃതം. കടമിഴിതളാൽ കളിയമ്പെറിയും പെണ്ണൊരു പ്രതിഭാസം, അവൾ പുരുഷന്റെ രോമാഞ്ചം. ചഷകം മധുചഷകം, അവളുടെ മാറിൽ അനങ്കനും കൊതിക്കും ചഷകം മധുചഷകം. ചഷകം മധുചഷകം, അവളുടെ മാറിൽ അനങ്കനും കൊതിക്കും ചഷകം മധുചഷകം. മിഴികളിൽ ഉന്മദലഹരി, ചലനങ്ങളാവേശഭരിതം. കടമിഴിതളാൽ കളിയമ്പെറിയും പെണ്ണൊരു പ്രതിഭാസം, അവൾ പുരുഷന്റെ രോമാഞ്ചം, ചിരികൊണ്ട് മനസ്സിന്റെ സമനില
പ്രതിഭാസം അവൾ പുരുഷന്റെ രോമാഞ്ചം നടനം രതി നടനം അവളുടെ അരയിൽ അരഞ്ഞാണം തീരുങ്ങും നടനം രതി നടനം നടനം രതി നടനം അവളുടെ അരയിൽ അരഞ്ഞാണം തീരുങ്ങും നടനം രതി നടനം ചൊടികളിൽ സംഗീത ലഹരി വചനങ്ങളാപദമധുരം കടമിഴിതളാൽ തളിയം വെറിയും പെണ്ണൊരു പ്രതിഭാസം അവൾ പുരുഷന്റെ രോമാഞ്ചം തിരിയുണ്ട് മനസ്സിന്റെ സമനില മാറ്റി ശൃംഗാര പഞ്ചാമൃതം കടമിഴിതളാൽ തളിയം വെറിയും പെണ്ണൊരു പ്രതിഭാസം അവൾ പുരുഷന്റെ രോമാഞ്ചം മറ്റൊന്നും കരുതരുത്. അദ്ദേഹം വളരെയേറെ കുടിച്ചിരുന്നു. അതുകൊണ്ടാണ്. ബുദ്ധിമുട്ടിന് എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നത്. കമ്പനിക്ക് വേണ്ടി അല്പം കഴിക്കാമെന്ന് സമ്മതിച്ചാലും പറ്റും. അയ്യോ, അങ്ങനെ പറയരുത്. തെറ്റെന്റേതാണ്. ഡിന്നർ കഴിഞ്ഞിട്ട് പോകാമെന്ന് ഞാൻ നിർബന്ധിച്ചത് കൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിർബന്ധിച്ചില്ലായിരുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. മുന്നിൽ ചവിട്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എനിക്കതറിയാം. എന്നിട്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു. അത് എന്റെ ഭർത്താവിന്റെ പരിസരബോധമില്ലായ്മ കൊണ്ടാണ്. എനിക്ക് ഇതിലധികം വേദനയുണ്ട്. അവൻ ക്ഷമിച്ചു. ഞാനിത് മറക്കാം. പക്ഷേ മേലിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എനിക്ക് ആശ്വാസമായി സാർ. കഷ്ടം. പ്രതിബോധം ഇങ്ങനെയായാൽ എല്ലാം എന്റെ വിധിയാണ്. ആലോചിക്കുമ്പോൾ എന്റെ മുമ്പിൽ ഇതിന്റെ ഭാവി മാത്രമേ കാണാനുള്ളൂ. പ്രതിബോധന്റെ ഈ പോക്ക് അയാളെ തന്നെ നിർത്തി. അത് സംഭവിക്കാതിരിക്കാൻ അയാളെ നിയന്ത്രിച്ചത്. ബഹളം വയ്ക്കും ചോദിക്കാൻ അദ്ദേഹം നിൽക്കുന്നു കണ്ടില്ലേ? സുഷമേ, നീ മിസ്റ്റർ സുകുമാരനെ കണ്ടുണ്ടോ? കണ്ടിട്ടില്ലല്ലേ? തനി സംഘം പോലെ ഇരിക്കുവടി. എന്തൊക്കെയാണ് പറയുന്നത് ഓർമ്മയുണ്ടോ? പോയി അവിടെ നിന്റെ ഒരു ഉപദേശം വിടാൻ. എങ്ങനെ കുടിച്ചു? ഇതെവിടേക്കെന്ന് അവസാനിച്ചു? ചുടലപ്പുറമ്പ്. എന്റെ ദൈവമേ, ഞാൻ എത്ര തവണ പറഞ്ഞു ഇങ്ങനെ കുടിക്കരുതെന്ന്. നിന്റെ തന്തയുടെ കാശ് കൊടുത്തിട്ടാണ് ഞാൻ കുടിക്കുന്നത്. എന്റെ പൊന്നു, ഇവിടെ കിടന്നു. നിന്റെ അവസാനമായിരിക്കും. ഉപദേശിക്കാൻ വന്നു. ഉപദേശിക്കാൻ വന്നു. ഇനി മേലാൽ എന്തെങ്കിലും പറഞ്ഞാൽ ചവിട്ടി നിന്റെ